ഹായ് ഫ്രണ്ട്സ്, ജോൺസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ 30,000 രൂപയുടെ റേഞ്ചിൽ ഇറങ്ങിയ Mi 11X ആൻഡ് Iqoo 7 എന്ന് പറഞ്ഞ രണ്ട് ഫോണുകളെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. എൻ്റെ ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഒപ്പീനിയൻ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല രണ്ട് ഫോണുകളാണ്, ഗെയിമിങ്ങിന് പറ്റും. Iqoo 7 ആണെങ്കിൽ ക്യാമറയും വലിയ കുഴപ്പമില്ല. എന്നാൽ അത് കണ്ട ചെറിയ കുറച്ച് പോരായ്മകളാണ് ഞാൻ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയോട് കിടക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ ഐക്യൂവിൽ വരുന്നത് സോണി IMX 598 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻസറാണ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അത് നല്ലൊരു ക്യാമറ തന്നെയാണ്, അത്യാവശ്യം നല്ല ക്ലാരിറ്റി നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ Mi 11X വരുന്ന സോണി IMX 582 എന്ന് പറഞ്ഞ ക്യാമറ അത്ര നല്ലതല്ല. അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് ആരും റിവ്യൂയിലൂടെയൊന്നും പറയുന്നില്ല. അവിടെ ഒരു ചെറിയൊരു പോരായ്മ കുറവുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ Iqoo 7-ൽ നമ്മുടെ Iqoo 3-നെ അപേക്ഷിച്ച് നേരത്തെ ഒരു 13 മെഗാ പിക്സലിൻ്റെ ടെലഫോട്ടോ ക്യാമറ ഉണ്ടായിരുന്നു. അത് അവർ ഇന്നത്തെ എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ Iqoo 7-ലുള്ളത് നമ്മുടെ ഗെയിമിംഗ് ട്രിഗേഴ്സ് കിട്ടിയിരുന്നത് Iqoo 3-ൽ, അത് നമ്മുടെ ഈ Iqoo 7-ൽ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഒരു ചെറിയ നെഗറ്റീവ് പോയിൻ്റ് പറയാനാണെങ്കിൽ ആകെ ഒരു ഒറ്റ ബാൻഡിൻ്റെ 5G സപ്പോർട്ട് നമുക്ക് 30,000 രൂപ കൊടുത്തിട്ട് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അതും പറയാനായിട്ട് നമ്മുടെ Iqoo 3-ൽ LPDDR5 റാം തന്നപ്പോൾ അവർ Iqoo 7-ലോട്ട് വന്നപ്പോൾ അത് LPDDR4X റാമൊക്കെ മാറ്റി. കൂടാതെ നമുക്ക് Type-C to 3.5mm കണക്ടറും ബോക്സിൻ്റെ കൂടെ കിട്ടുന്നില്ല. നമ്മൾ എക്സ്ട്രാ പിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥയുണ്ട്. പിന്നെ നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ Mi 11X-നെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ MIUIയുടെ ലാഗ് ഉള്ളൊരു ഫോണാണ്. അത് ഇതുവരെ അവരുടെ ഒരു UI ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല. പിന്നെ പറയാനാണെങ്കിൽ അതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നില്ല. അതിൽ രണ്ട് മെയിൻ കംപ്ലയിൻറ്റ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ രണ്ട് ഫോണുകൾ പറയാനാണെങ്കിൽ നമുക്ക് ക്യാമറയുടെ മാക്സിമം റെക്കോർഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4K at 30 FPS കിട്ടുന്നുള്ളൂ. അത് 870 പ്രോസസ്സറിൽ നിന്നിട്ട് നമുക്കത് കിട്ടുന്നുള്ളൂ. ഒരു 4K at 60 FPS വരെ നമുക്ക് കിട്ടുന്നില്ല. അത് രണ്ട് ഫോണുകളുടെ ഒരു ചെറിയ കുറവാണ്. പക്ഷേ നമ്മുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ Mi 10T എന്ന് പറഞ്ഞ ഫോണിനകത്ത് 865 പ്രോസസ്സർ ഇരുന്നിട്ടും അതിൽ 8K വീഡിയോ ഷൂട്ടിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിൽ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. ഈ ഫോണുകളിൽ ആകെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. ആ ഒരു ഫോണിന് വേറെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ 10 5G ബാൻഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ Mi 11X എന്ന് പറഞ്ഞ ഫോണിൽ വരുമ്പോൾ ആകെ 2 5G ബാൻഡ് സപ്പോർട്ട് നൽകുന്നുള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം ഈ ഒരു ക്യാമറ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ നമുക്ക് ഈ 30,000 കൊടുത്തിട്ട് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇത് കിട്ടുന്നുള്ളൂ. പക്ഷേ 16,000 രൂപയ്ക്ക് ഏകദേശം ഇറങ്ങുന്ന പോക്കോ X3 സോണി 686 പറഞ്ഞ നല്ല ക്യാമറ കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മുടെ 21,000 രൂപയ്ക്ക് ഇറങ്ങുന്ന Redmi Note 10 Pro Maxനകത്തൊക്കെ 108 മെഗാ പിക്സലിന് നല്ല ക്യാമറ കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് 30,000 രൂപ കൊടുത്തിട്ട് ഒരു നല്ല ക്യാമറ എന്നത് തരുന്നില്ല എന്നുള്ളത് ഒരു ഡൗട്ടാണ്. പിന്നെ പറയാനാണെങ്കിൽ അത്രയൊക്കെയാണ് മെയിൻ. ഇന്നത്തെ നമുക്ക് കുറവായിട്ടൊരു കിട്ടുന്നിരിക്കുന്നത്. അത്യാവശ്യം ഞാൻ അവസാനം നോക്കിയിട്ട് അത്യാവശ്യം ഗെയിമിങ് ആൻഡ് കുറച്ച് ക്യാമറ നല്ല ഫോണ് ആയിട്ട് ഇതിൽ തോന്നിയത് Iqoo 7 ആണ്. പക്ഷേ അതിൽ ഒറ്റ 5G ബാൻഡ് സപ്പോർട്ടേ കിട്ടുന്നുള്ളൂ. മറ്റേ Mi 11X-ലോട്ട് വരികയാണെങ്കിൽ അത് ഗെയിമിങ് മാത്രമേ കൊള്ളുള്ളൂ. ക്യാമറയായിട്ട് നമുക്ക് വലിയതായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാമറ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വലിയ യൂസിന് ഉപയോഗമില്ലാത്തൊരു ഫോണാണ്. അത് ഗെയിമിങ് മാത്രമേ കൊള്ളുകയുള്ളൂ. അങ്ങനെ കുറച്ച് പോരായ്മകളുള്ള ഫോണുകൾ തന്നെയാണ് ഈ രണ്ട് ഫോണുകളും. അത് നമ്മൾ അത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം ബാക്കി ഈ കമ്പനികളിൽ അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് കുറച്ചും കൂടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുക്കുക എന്നുള്ളൊരു നിഗമനത്തിലായിരിക്കണം അവർ കുറേയൊക്കെ വെട്ടിച്ചുരുക്കി നമുക്ക് തരുന്നത്. അന്നേരം ഇതും കൂടെ അറിഞ്ഞുകൊണ്ട് മാത്രം ഫോൺ മേടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.